ഇന്നത്തെ സെക്ഷൻ IT ആണ്, ഇൻഫർമേഷൻ ടെക്നോളജി. PSC എക്സാമിന് പ്രത്യേകിച്ച് LDCക്കെല്ലാം 3-ലധികം മാർക്കിന് ഈ ഒരു ITയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാറുണ്ട്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സെക്ഷനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം 3 മാർക്ക് ചെറുതല്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞു 3-ലധികം മാർക്കിനും LDC എക്സാമിന് ചോദിക്കാറുണ്ട് ഈ ഒരു ITയുടെ ഭാഗത്ത് നിന്ന്. ഈ ഒരു ഹാർഡ്വെയർ എന്നുള്ള സെക്ഷൻ വളരെ ലളിതമായിട്ടാണ് പറഞ്ഞു പോകാൻ ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാൾസ് ബാബേജ് ആണ്. ആരാണ്? ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ്? അനലിറ്റിക്കൽ എഞ്ചിനാണ് ലോകത്തെ ആദ്യത്തെ കമ്പ്യൂട്ടർ. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ഏതാണ്? അത് ടിഫ്രാക്ക് ആണ്. ഏതാണ്? ടിഫ്രാക്ക് ആണ്. എന്താണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്നാണ് അർത്ഥം. എന്താണ്? ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ എന്നാണ് ടിഫ്രാക്ക് എന്നതാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറായിട്ട് കണക്കാക്കപ്പെടുന്നത്. കമ്പ്യൂട്ടറുകളുടെ ഭാഗങ്ങളനുസരിച്ച് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ ശ്രദ്ധിക്കുക. കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 തരമായിട്ട് തിരിക്കാം നമുക്ക്. എത്രയാണ്? 3 തരമായിട്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കമ്പ്യൂട്ടറുകളുടെ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. ഏതൊക്കെയാണ്? അനലോഗ് കമ്പ്യൂട്ടറുകൾ എന്നും ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ എന്നും അതുപോലെ തന്നെ ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ. എന്താണ്? അനലോഗ് കമ്പ്യൂട്ടറുകൾ എന്നും ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ എന്നും അതുപോലെ ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ എന്നും പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറുകളെ 3ആയിട്ട് നമുക്ക് തരംതിരിക്കാം. അനലോഗ് കമ്പ്യൂട്ടറുകൾ എന്ന് പറയുമ്പോൾ അളവുകളെ മാത്രം അടിസ്ഥാനപ്പെടുത്തി ആധാരമാക്കിയിട്ട് ചെയ്യുന്ന കമ്പ്യൂട്ടറുകളാണ്. അളവുകളെ അടിസ്ഥാനപ്പെടുത്തി ചെയ്യുന്നതാണ് ഈ ഒരു അനലോഗ് കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്. ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ എന്ന് പറയുമ്പോൾ ബൈനറി സംഖ്യാ സമ്പ്രദായം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ്. ബൈനറി സംഖ്യാ സമ്പ്രദായം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ എന്നറിയപ്പെടുന്നത്. അത് തന്നെ 4 തരത്തിലുണ്ട്. ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ തന്നെ 4 തരത്തിലുണ്ട്. അതേതാണ്? മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ എന്നും അതുപോലെ മിനി കമ്പ്യൂട്ടറുകൾ. എന്താണ്? മിനി കമ്പ്യൂട്ടറുകൾ എന്നും പിന്നെ മൈക്രോ അഥവാ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ എന്നറിയപ്പെടുന്നു. മൈക്രോ കമ്പ്യൂട്ടർ അഥവാ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ എന്നും പിന്നീട് സൂപ്പർ കമ്പ്യൂട്ടറുകൾ എന്നിങ്ങനെ 4 തരത്തിലെ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെയാണ് പറഞ്ഞത്? മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുകൾ എന്നും മിനി കമ്പ്യൂട്ടറുകൾ എന്നും മൈക്രോ അഥവാ പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ എന്നും അതുപോലെ സൂപ്പർ കമ്പ്യൂട്ടറുകൾ എന്നും നമുക്ക് 4ആയിട്ട് ഈ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ നമുക്ക് തിരിക്കാം. ഇത് സൂപ്പർ കമ്പ്യൂട്ടർ, ലോകത്തിൽ തന്നെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? അത് CDC 6600 ആണ്. എന്താണ്? CDC 6600 ആണ്. ഇന്ത്യയിലത്തെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണ്? പരം 8000 ആണ്. പരം 8000 ആണ്. ഏതാണ്? പരം 8000 ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ട് കണക്കാക്കുന്നത്. ISR 2011 ഒരു സൂപ്പർ കമ്പ്യൂട്ടർ നിർമ്മിച്ചത് ഏതാണ്? അത് സാക്ക് 220 ആണ്. സാക്ക് 220 ആണ്. അത് കണ്ടുപിടിച്ചത് ഈ നമ്മുടെ പരം 8000 ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആരാണ്? വിജയ് ബക്കർ ആണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലെ? വിജയ് ബക്കർ ആണ്. ഇനി ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകളെ കുറിച്ച് മനസ്സിലാക്കാൻ എന്താണ്? ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ അനലോഗ് കമ്പ്യൂട്ടറുകളെയും അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്പ്യൂട്ടറുകളുടെയും ഗുണങ്ങൾ ചേർത്തുകൊണ്ട് സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതാണ് ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ECG ഒക്കെ ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾക്ക് ഉദാഹരണമാണ്. ഇപ്പോൾ പറയുന്നത് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? അതായത് ഇതിന്റെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടറുകളെ 3ആയിട്ട് തരംതിരിച്ചു. എത്രയായിട്ട്? 3ആയിട്ട് തരംതിരിച്ചു എന്ന് പറഞ്ഞത്. അതായത് ഏതൊക്കെയാണ്? അനലോഗ് കമ്പ്യൂട്ടർ, ഡിജിറ്റൽ കമ്പ്യൂട്ടറുകൾ അതുപോലെ ഹൈബ്രിഡ് കമ്പ്യൂട്ടറുകൾ എന്ന് നമ്മൾ 3ആയിട്ട് തരംതിരിച്ച് അവയെക്കുറിച്ചൊരു ലഘു പഠനം നടത്തി. മനസ്സിലായല്ലോ അല്ലെ? ഇന്ത്യൻ ITയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജീവ് ഗാന്ധിയാണ്. IT ആക്ട് വന്നത് ഏത് വർഷമാണ്? 2000-ലാണ്. IT ആക്ടിനെ കുറിച്ചും നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്. IT ആക്ട് ഭേദഗതി ചെയ്തത് അതെല്ലാം നമുക്ക് വേറൊരു ക്ലാസ് ആയിട്ട് ചെയ്യാം. ഇപ്പൊ മനസ്സിലാക്കുക, ITയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജീവ് ഗാന്ധിയാണ്. IT ആക്ട് നിലവിൽ വന്നത് 2000 ആണ്, 2000-ലാണെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ കമ്പ്യൂട്ടറിന് പ്രധാനമായിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. കമ്പ്യൂട്ടറിന് പ്രധാനമായിട്ട് എത്ര ഭാഗങ്ങൾ? 2 ഭാഗങ്ങളാണ്. ഏതൊക്കെയാണത്? ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ. അതിൽ ഹാർഡ്വെയർ ആണല്ലോ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ. നമ്മൾ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത്, നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുന്ന ക്ലാസ് തരുന്ന ഏതാണ്? ഹാർഡ്വെയർ ആണ് അല്ലെ? സോഫ്റ്റ്വെയർ ഒരു വലിയ ശാഖയാണ്. ഹാർഡ്വെയർ പഠിക്കുന്നതിൽ ഇരട്ടിയായിട്ട് നമുക്ക് എത്രയോ പഠിക്കാനുണ്ട് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ. പക്ഷെ PSCയിൽ കൂടുതൽ ഈ ഒരു ഭാഗം ഹാർഡ്വെയറിനെ പറ്റിയും ആണ് ചോദിക്കാറ്. സോഫ്റ്റ്വെയർ നമുക്ക് വളരെ വിപുലീകരിച്ചൊന്നും പഠിക്കാനില്ല.
കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് സോഫ്റ്റ്വെയറെ കുറിച്ച് മനസ്സിലാക്കാറുള്ളത്. അത് കൂടാതെ ഇനിയും IT ആയിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെയാണ് വരാമെന്ന് നമുക്ക് പറയാം. അതൊക്കെ ഇനി അടുത്ത ക്ലാസ്സുകളിലായിട്ട് ചെയ്യും. ഇപ്പൊ എന്താണ് ഹാർഡ്വെയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എന്താണ് ഈ ക്ലാസ് എന്താണ് ഞാൻ പറഞ്ഞത്, എത്ര തരമുണ്ട് കമ്പ്യൂട്ടറുകൾ? രണ്ട് തരത്തിലാണ് അല്ലെ, രണ്ട് ഭാഗങ്ങളാണ് കമ്പ്യൂട്ടറിനുള്ളത്. ഏതൊക്കെയാണ്? ഹാർഡ്വെയർ, ഏതാണ് പറയൂ? സോഫ്റ്റ്വെയർ. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ കൂടെ പറയുക. ഇത് എനിക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത് കാത്തിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ്, മനസ്സിലാക്കാൻ അറിയാത്ത ആളുകൾക്ക് അവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നമുക്കറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പൊ നമുക്ക് വേണ്ടിയിട്ടല്ല, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ശ്രദ്ധിക്കുക, നോട്ട് തയ്യാറാക്കുക, പഠിക്കുക. അപ്പൊ എന്താണ്, രണ്ട് ഭാഗങ്ങളാണ് ഹാർഡ്വെയർ അതുപോലെ സോഫ്റ്റ്വെയർ. ഈ കാണാനും സ്പർശിക്കാനും, ശ്രദ്ധിക്കുക, കാണാനും സ്പർശിക്കാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങളെയാണ് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ശരീരം, ഈ കാണുന്ന എക്സ്റ്റേണൽ ബോഡി ഉണ്ടല്ലോ, ഈ സ്ഥൂല ശരീരം, ഈ ശരീരം എങ്ങനെയാണോ അതുപോലെയാണ് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് കമ്പ്യൂട്ടറിന്റെ ബോഡിയാണ്, കമ്പ്യൂട്ടറിന്റെ കാണാനും സ്പർശിക്കാനും കഴിയുന്ന ഭാഗമാണ് ഈ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ശരീരം എങ്ങനെയാണല്ലോ, എന്നാൽ ശരീരത്തിനകത്ത് നമ്മൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ജീവൻ, ആത്മാവ്, മനസ്സ്, ബുദ്ധി, ഇവ കാണാൻ സാധിക്കില്ല. എന്നാൽ ഇല്ലേ, ഉണ്ടല്ലോ ബുദ്ധി മനസ്സൊക്കെ. അപ്പോ ആ ഒരു അവസ്ഥയാണ്, അതായത് എന്താണ്, കാണാൻ സാധിക്കാത്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, എന്നാൽ ഇത് പ്രവർത്തിപ്പിക്കുന്നത് എന്താണ്, ആ ജീവനാണ്, മനസ്സാണ്, ബുദ്ധിയാണ് അല്ലെ, ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്ന. അതാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കണം അല്ലെ, ശരീരമായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ ഈസി ആയിട്ട് മനസ്സിലായിട്ടുണ്ടോ? അപ്പൊ കാണാനും സ്പർശിക്കാനും കഴിയുന്ന ഭാഗങ്ങളെയാണ് നമ്മൾ ഹാർഡ്വെയർ എന്ന് പറയുക, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ മനസ്സിലായല്ലോ, അതിന്റെ പ്രോഗ്രാമിംഗ് ആണ്, അതിന്റെ ആത്മാവാണ്. ഈ ഹാർഡ്വെയർ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുകൾ തന്നെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കുക. എത്രയായിട്ട്? മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കുക. ഏതൊക്കെയാണ്? ഇൻപുട്ട്, ഔട്ട്പുട്ട്, CPU. ഏതൊക്കെയാണ്? ഇൻപുട്ട്, ഔട്ട്പുട്ട്, CPU. ഇൻപുട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്ന വിവരങ്ങളാണ്, നിർദ്ദേശങ്ങളാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ടോ, കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് അതിന്റെ ഒരു റിസൾട്ട് തരികയാണ്. അതൊക്കെ പ്രോസസ്സ് ചെയ്തതിനു ശേഷം അതിന്റെ ഒരു റിസൾട്ട് നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങളാണ്. കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അല്ലെ, അതിന്റെ ഒരു റിസൾട്ടാണ്. ഇനി CPU എന്ന് പറയുമ്പോൾ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് CPU എന്ന് പറയുന്നത്. അത് എന്താണ്, ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ, സെൻട്രൽ എന്താണ്, കേന്ദ്രമാണ്. പ്രോസസ്സിംഗ്, എല്ലാ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രം, എല്ലാ പ്രവർത്തനങ്ങളുടെയും ഒരു യൂണിറ്റ് ആണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന്റെ തലച്ചോറ് എന്ന് അറിയപ്പെടുന്ന ഭാഗം ഏതാണ്? അത് CPU ആണ്. ഏതാണ്? CPU ആണ്. കമ്പ്യൂട്ടറിന്റെ കേന്ദ്രഭാഗം എന്ന് പറയുന്നത് CPU ആണ്. ഈ CPUവിനെ, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ മൂന്നായിട്ട് തരംതിരിക്കാം നമുക്ക്. മൂന്നായിട്ട്, അതായത് CPUവിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. കേന്ദ്രഭാഗമാണല്ലോ, തലച്ചോറാണല്ലോ പറഞ്ഞല്ലോ. അപ്പൊ ഇതിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഏതൊക്കെ? ALU, MU, CU. ഏതൊക്കെയാണ് പറഞ്ഞത്? പറയൂ, കൂടെ പറയൂ. ALU, MU, CU. എന്താണ് ALU? അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് ആണ്. അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് ആണ് ALU എന്ന് പറയുന്നത്. MU എന്താണ്? MU മെമ്മറി യൂണിറ്റ് ആണ്. എന്താണ്? മെമ്മറി യൂണിറ്റ് ആണ് MU എന്ന് പറയുന്നത്. CU കൺട്രോൾ യൂണിറ്റ് ആണ്. എന്താണ്? കൺട്രോൾ യൂണിറ്റ് ആണ് CU എന്ന് പറയുന്നത്. അരിത്തമാറ്റിക്, ലോജിക് യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ് എന്നിങ്ങനെയാണ് മൂന്നായിട്ട് CPUവിനെ, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനെ നമ്മൾ തിരിക്കുന്നത്. MUവിനെ തന്നെ നമുക്കിനി വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കാം. എന്താണ്? MUവിനെ ഇതിനെ പറഞ്ഞത് ഏതാണ്? മെമ്മറി യൂണിറ്റ്. എന്താണ് MU എന്ന് പറഞ്ഞാൽ? മെമ്മറി യൂണിറ്റിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എന്താണ്? പ്രൈമറി മെമ്മറി യൂണിറ്റ്. എന്താണ്? പറയൂ. പ്രൈമറി മെമ്മറി യൂണിറ്റ് എന്നും സെക്കൻഡറി മെമ്മറി യൂണിറ്റ് എന്ന് രണ്ടായിട്ട് നമുക്ക് തിരിക്കാം. എന്താണ്? പ്രൈമറി മെമ്മറി യൂണിറ്റ് എന്നും സെക്കൻഡറി മെമ്മറി യൂണിറ്റ് എന്നും മെമ്മറി യൂണിറ്റിനെ, MUവിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഇനി പ്രൈമറി മെമ്മറി യൂണിറ്റ് ഏതാണ്? ശ്രദ്ധിക്കുക, പ്രൈമറി മെമ്മറി യൂണിറ്റിനെ തന്നെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. എത്രയായിട്ടാ? മൂന്നായിട്ട് തരംതിരിക്കാം. ഏതാണത്? റാം, റോം, അതുപോലെ കാഷി മെമ്മറി. റോം, കാഷി മെമ്മറി എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. റാം എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ്. എന്താണ്? റാൻഡം ആക്സസ് മെമ്മറിയാണ് റാം എന്ന് പറയുന്നത്. റോം എന്താണ്? റോം എന്ന് പറയുമ്പോൾ റീഡ് ഓൺലി. എന്താണ്? റീഡ് ഓൺലി മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. റീഡ് ഓൺലി മെമ്മറിയാണ് റോം എന്ന് പറയുന്നത്. ഇനി കാഷി മെമ്മറി എന്താണ്? അതായത് സംവരണ മെമ്മറി. അതൊരു സംവരണ മെമ്മറിയാണ്. സംവരണ മെമ്മറിയാണ് ഈ കാഷി മെമ്മറി എന്ന് പറയുന്നത്. റാമിനേക്കാൾ സ്പീഡ് കൂടുതലാണ് ഈ കാഷി മെമ്മറിക്ക്. ഇനി എന്താണ്? റാം എന്താന്ന് പറഞ്ഞു? റാം എന്ന് പറയുമ്പോൾ പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നഷ്ടപ്പെടുന്നതാണ്. അതായത് ടെമ്പററി മെമ്മറി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നഷ്ടപ്പെടുന്ന മെമ്മറിയാണ് റാം മെമ്മറി. റാം മെമ്മറി, അതായത് റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറയുന്നത്. ഇത് രണ്ടെണ്ണം ഉണ്ട് പ്രധാനമായിട്ട്. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ അല്ലെ? ഏതൊക്കെയാണ്? പറയൂ. SRAM,
പിന്നെന്താണ് SRAM. SRAM ഉണ്ട്. പിന്നെ ഏതാണ് DRAM ഉണ്ട്. എന്താണ് SRAM? സ്റ്റാറ്റിക് റാം ആണ് SRAM. DRAM എന്ന് പറയുമ്പോൾ ഡൈനാമിക് റാം ആണ്. എന്നീ രണ്ട് തരത്തിൽ ഈ റാം ഉണ്ട്. അപ്പൊ റാം അതിന്റെ ഒരു ഫോൾട്ട് എന്താണ്, അതിന്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പവർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകുന്നതാണ്. ഈ റോം എന്താണ്? റോം സ്ഥിരം മെമ്മറിയാണ്. എന്താണ് റോം എന്ന് പറയുമ്പോൾ ഒരു സ്ഥിരം മെമ്മറിയാണ്. വേഗം കൂടുതലാണ്, റാമിനെ അപേക്ഷിച്ച് വേഗം കൂടുതലാണ് റോമിന്. അതുപോലെ ബയോസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബയോസിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. ബയോസിന്റെ അടിസ്ഥാനത്തിലാണ് റോം പ്രവർത്തിക്കുന്നത്. കാഷ് മെമ്മറി നമ്മൾ പറഞ്ഞു അതൊരു സംവരണ മെമ്മറിയാണ്, റാമിനേക്കാൾ സ്പീഡ് കൂടിയതാണ്. അപ്പൊ എന്താണിത്? പ്രൈമറി മെമ്മറിയെ കുറിച്ച് പറഞ്ഞു അല്ലെ. പ്രൈമറി മെമ്മറിയെ നമ്മൾ മൂന്നായിട്ട് തരംതിരിച്ചു, റാം എന്നും റോം എന്നും കാഷ് മെമ്മറി എന്നും. ഇനി സെക്കൻഡറി മെമ്മറി ഉണ്ട്. സെക്കൻഡറി മെമ്മറിയിൽ അതായത് എന്താണ്, കമ്പ്യൂട്ടറിന്റെ പുറത്തുനിന്ന് നമ്മൾ വിവരങ്ങൾ ശ്രദ്ധിക്കുക, കമ്പ്യൂട്ടറിന്റെ പുറത്ത് വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന മെമ്മറിയാണ് സെക്കൻഡറി മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡറി മെമ്മറി യൂണിറ്റ് എന്താണ്? സെക്കൻഡറി മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത്. അതിൽ എന്താണ് വരുന്നത്? ഹാർഡ് ഡിസ്ക് വരുന്നുണ്ട്. അതുപോലെ എന്താണ്, ഫ്ലോപ്പി ഡിസ്ക് വരുന്നുണ്ട്. ഇപ്പൊ ഉപയോഗിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം അല്ലെ. പണ്ടത്തെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്നു. ഇപ്പൊ അത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിലും ഇല്ല, ലാപ്ടോപ്പിലൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. കാരണം എന്താണ്, അത് 1.44 MB ആണ്. വെറും 1.44 MB ആണ് അതിന്റെ കപ്പാസിറ്റി. ഇപ്പോൾ അതുകൊണ്ട് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഹാർഡ് ഡിസ്ക് ഉണ്ട്. അത് പലതരം കമ്പനികളുടെ ഉണ്ട് അല്ലെ. നമുക്കറിയാം സീഗേറ്റ്, സാംസങ്, അങ്ങനെ എക്സെട്ര ഒരുപാട് കമ്പനിയുടെ ഹാർഡ് ഡിസ്കുകളുണ്ട്. എല്ലാത്തിനും കമ്പ്യൂട്ടറുകളുണ്ടല്ലോ അല്ലെ. CPU എത്രയോ തരം മദർ ബോർഡ് നിർമ്മിക്കുന്ന ഒരു കമ്പനി, പ്രൊസസ്സർ നിർമ്മിക്കുന്ന ഒരു കമ്പനി അല്ലെ, SMBS നിർമ്മിക്കുന്ന മറ്റൊരു കമ്പനി, റാം നിർമ്മിക്കുന്ന വേറൊരു കമ്പനി, മോണിറ്റർ നിർമ്മിക്കുന്ന ഒരു കമ്പനി. മൊത്തം പാക്കായിട്ട് എല്ലാം കൂടെ ഉണ്ട്. ഒരു ബ്രാൻഡായിട്ട് HP തുടങ്ങിയ ഈസ്റ്റർ തുടങ്ങിയ ആളുകളൊക്കെ എല്ലാം അവർ നിർമ്മിക്കുന്നുണ്ട്. അതുപോലെ ലാപ്ടോപ്പുകൾ, ആധുനിക കമ്പ്യൂട്ടർ, നമുക്കറിയാം പേഴ്സണൽ കമ്പ്യൂട്ടറിനെ പറ്റിയിട്ട് അല്ലേ. അപ്പൊ അതിലേക്ക് പോകണ്ട. അപ്പൊ എന്താണ് പറഞ്ഞു വരുന്നത്, ഈ ഒരു ഹാർഡ് ഡിസ്ക്, ഫ്ലോപ്പി, ഇതൊക്കെ ഒരു സെക്കൻഡറി മെമ്മറി ഡിവൈസുകളായിട്ട് നമ്മൾ മനസ്സിലാക്കുക. CPU-നെ മൂന്നായിട്ട് തരം തിരിച്ചു എന്ന് പറഞ്ഞു. ഏതൊക്കെയാണെന്ന് പറഞ്ഞത്? ALU, MU, CU എന്ന് പറഞ്ഞു. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറഞ്ഞു. അതുപോലെ MU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്മറി യൂണിറ്റും, CU എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ് ആണെന്ന് പറഞ്ഞു. അരിത്തമാറ്റിക് ലോജിക് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, കണക്ക് കൂട്ടുന്നതിന് വേണ്ടിയിട്ട്. എന്തിനാണ്? കണക്ക് കൂട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. കണക്ക് കൂട്ടലുകളൊക്കെ നടത്തുന്ന ഒരു ഭാഗമാണ് ALU എന്ന് പറയുന്നത്. MU എന്ന് പറയുമ്പോൾ അത് വിവരങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന, ശേഖരിച്ചു വെക്കുന്ന, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് MU-ൽ നടക്കുന്നത്. CU ആകുമ്പോഴോ, CU എന്ന് പറയുമ്പോൾ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ വാക്കിൽ തന്നെയുണ്ട് കൺട്രോൾ ചെയ്യലാണ്. എല്ലാത്തിനും ഒന്ന് ക്രോഡീകരിക്കുക, ഏകോപിപ്പിക്കുക, മറ്റെല്ലാ യൂണിറ്റുകളെയും പരസ്പരം ഏകോപിപ്പിക്കുക, ക്രോഡീകരിക്കുക എന്നുള്ളതാണ് ഈ CU-ന്റെ ധർമ്മം എന്ന് പറഞ്ഞു. അതിൽ MU മെമ്മറി യൂണിറ്റ് തന്നെ, MU തന്നെ മൂന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതാണ്? റോം, കാഷറി മെമ്മറി എന്ന് പറഞ്ഞു. റാം എന്താണ്, റോം എന്താണ്, കാഷറി മെമ്മറി എന്താണെന്ന് എല്ലാം മനസ്സിലായി. അപ്പൊ CPU-ന്റെ പ്രധാന കാര്യങ്ങൾ ഇതാണ്. CPU ബന്ധപ്പെട്ട് പ്രാഥമികമായിട്ട് പഠിക്കേണ്ട അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്രയാണ്. പിന്നെ സോഫ്റ്റ്വെയറിന്റെ ക്ലാസ് വിശദമായിട്ട് വരുന്നുണ്ട് കേട്ടോ. സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ആത്മാവാണ്, അതിന്റെ ജീവനാണ്, മനസ്സാണ്, ബുദ്ധിയാണെന്നൊക്കെ. ഇതൊരു ശരീരം ഉണ്ടായാൽ പോരല്ലേ, ശരീരത്തിൽ ജീവൻ വേണ്ടേ ഇത് പ്രവർത്തിപ്പിക്കാനായിട്ട്. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള സോഫ്റ്റ്വെയർ. അതും ഇതുപോലെ ഒരു വലിയ ക്ലാസ് ആയിട്ട് വലിയ ടോപ്പിക് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS എന്നൊക്കെ പറയും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കല്ലേ. OS ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കണമെങ്കിൽ. അതിൽ തന്നെ സെർവർ OS-കളുണ്ട്, നെറ്റ്വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന OS-കളൊക്കെ ഉണ്ട്, നെറ്റ്വർക്ക് ഡിവൈസുകളുണ്ട്, നെറ്റ്വർക്കായിട്ട് ബന്ധപ്പെട്ട റൗട്ടർ, സ്വിച്ച്, ഹബ്ബ് തുടങ്ങിയ ഡിവൈസുകളുണ്ട്. അതുപോലെ പലതരത്തിലുള്ള നെറ്റ്വർക്കുകളുണ്ട്. വാൻ ഉണ്ട്, ലാൻ ഉണ്ട്, പാൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇന്റർനെറ്റിനെ കുറിച്ച്, ഇന്റർനെറ്റിന്റെ വരവിനെ കുറിച്ച്, ഇന്റർനെറ്റ് പഴയ കാലത്ത് എന്താണ് അറിയപ്പെട്ടിരുന്നത്, ആർപ്പാനെറ്റ് എന്നാണ്, അതൊക്കെ നമുക്ക് അതിന്റെ കാലങ്ങൾ, വർഷങ്ങൾ, ഇതൊക്കെ നമ്മൾ വരുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് അതിന്റെ ഒരു ജീവൻ എന്ന് പറയുന്നത്. ഇപ്പൊ മൊബൈലിലാണെങ്കിലും നമുക്കറിയാം അല്ലേ, ഓരോ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ആൻഡ്രോയിഡ് തുടങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്, വിൻഡോസിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ. മൊബൈലിലാണെങ്കിലും ശരി, ഈ കമ്പ്യൂട്ടറിൽ അതുണ്ട്. അതുപോലെ സെർവർ OS ഉണ്ട്, iOS. ഇപ്പോൾ ആപ്പിളിന്റെ ഒക്കെ ഡിവൈസുകൾ യൂസ് ചെയ്യുന്ന iOS, അങ്ങനെ സെർവർ OS-കളെ പറ്റിയിട്ട് ഇതൊക്കെ നമുക്ക് സോഫ്റ്റ്വെയറിന്റെ സെക്ഷനിലാണ് വരിക. അത് ഈ ഒരു സന്ദർഭോചിതമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മുടെ വിഷയം ഹാർഡ്വെയർ ആണ്. ഇപ്പൊ തിരിച്ചു വരാം. ഏതിലേക്കാണ് നമ്മൾ തിരിച്ചു വരുന്നത്? അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതിനെ പറ്റിയിട്ടാ? എന്താണ്? സെക്കൻഡറി മെമ്മറി യൂണിറ്റുകളെ കുറിച്ച് അല്ലെ. സെക്കൻഡറി മെമ്മറി യൂണിറ്റുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ ഹാർഡ് ഡിസ്ക് പറഞ്ഞു, ഫ്ലോപ്പി ഡിസ്ക് പറഞ്ഞു. ഈ പറയാം, നീ ശ്രദ്ധിക്കുക. അതുപോലെ മറ്റൊന്നാണ് ഒപ്റ്റിക്കൽ ഡിസ്ക്, CD, DVD ഒക്കെ. CD, DVD എന്താണ്? CD എന്ന് പറയുമ്പോൾ കോമ്പാക്ട് ഡിസ്ക് ആണ്. CD-യുടെ ഫുൾ ഫോം എന്താണ്? കോമ്പാക്ട് ഡിസ്ക് ആണ്.
DVD എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ വേഴ്സ്റ്റൈൽ ഡിസ്കാണ്. DVD എന്ന് പറയുന്നത്. DVD CD ഒക്കെ എന്താണ് ഈ ഒരു ഒപ്റ്റിക്കൽ ഡിസ്കുകളാണ്. ഇതൊക്കെ സ്റ്റോറേജ് ഡിവൈസുകളാണ്. CD യുടെ വ്യാസം എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ 650 തൊട്ട് 750 MB വരെയാണ് അതിന്റെ ഒരു സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. നമുക്കറിയുന്നതാണ്, നമ്മളൊക്കെ ഒരുപാട് റേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണല്ലോ അല്ലെ. അപ്പൊ അതിന്റെ കപ്പാസിറ്റി പരിമിതി ഉണ്ട്. ഇപ്പൊ അത് എത്രയോ വലുതായി അല്ലെ. പണ്ടൊക്കെ അതായിരുന്നു യൂസ് ചെയ്തത്. കാരണം അതിന്റെ ഒരു ഡ്രോബാക്ക് 750 MB വരെ ആണ്. അത് ഒരു ഡ്രോബാക്ക് ആയിട്ട് കണക്കാക്കേണ്ട. എങ്കിലും CD യുടെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് അതാണെന്ന് മനസ്സിലാക്കുക. DVD ആണെങ്കിൽ 4.7 ആണ്. 4.7 GB വരെ നമുക്ക് അതിൽ സ്റ്റോർ ചെയ്യാം. 4.7 GB വരെ അതിൽ സ്റ്റോർ ചെയ്യാം. എന്താണ് MB എന്ന് വെച്ചാൽ മെഗാബൈറ്റ് ആണ്. GB ജിഗാബൈറ്റ് ആണ്. ഓക്കെ. അപ്പൊ DVD CD ഒക്കെ ഈ പറയുന്ന പോലെ എന്താണ് ഓപ്ഷണൽ ഡിസ്ക് ആണ്. സോറി ഒപ്റ്റിക്കൽ ഡിസ്ക് ആണ്. അത് മനസ്സിലാക്കുക. അപ്പൊ അതൊരു സ്റ്റോറേജ് സെക്കൻഡറി സ്റ്റോറേജ് അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റിൽ പെടുന്നതാണ്. ഈ ബ്ലൂറേ മെമ്മറികൾ അത് തന്നെ രണ്ടായിട്ട് നമുക്ക് പറയാം. സിംഗിൾ ലെയർ ഉള്ളതുണ്ട്. സിംഗിൾ ലെയർ ഉള്ളത് 25 GB വരെയുണ്ട്. ഡ്യുവൽ ലെയർ ഉള്ളത് 50 GB വരെ കിട്ടും. 50 GB വരെ നമുക്ക് സ്റ്റോർ ചെയ്യാം. അതാണ് ബ്ലൂറേ മെമ്മറി ആയിട്ട് വരുന്നത്. പിന്നീട് ഫ്ലാഷ് മെമ്മറി നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സിലിക്കണും ജർമ്മേനിയം. എന്തൊക്കെയാണ്? സിലിക്കണും ജർമ്മേനിയവും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഇത് ഒരു മെമ്മറിയാണ്. ഒരു മെമ്മറി ഡിവൈസ് ആണ് ഈ ഫ്ലാഷ് മെമ്മറികളെല്ലാം. ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് ഈ ചിപ്പ് ഡബ്ല്യു ചിപ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. പെൻഡ്രൈവ് ഒക്കെ അതിന് ഉദാഹരണമാണ്. പെൻഡ്രൈവ് മെമ്മറിയുടെ ഏറ്റവും വലുതാണോ? അല്ല, നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏറ്റവും ചെറുതാ. മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാ? മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ബിറ്റാണ്. അത് ബിറ്റിന്നാണ് ആരംഭിക്കുന്നത് അല്ലെ. ബിറ്റിന്നാണ് നമ്മുടെ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെമ്മറിയുടെ ചോദ്യം പിടിച്ചോളൂ. മെമ്മറിയുടെ ഏറ്റവും ചെറിയ യൂണിറ്റ് ഏതാണ്? ബിറ്റാണ് ഉത്തരം. ബൈറ്റ് അല്ല, ശ്രദ്ധിക്കുക, ബിറ്റാണ്. അപ്പൊ 4 ബിറ്റ് എത്രയാ? 4 ബിറ്റാണ് ഒരു നിപ്പിൾ എന്ന് പറയുന്നത്. 8 ബിറ്റ് എന്ന് പറയുന്നത് ഒരു ബൈറ്റാണ്. 8 ബിറ്റാണ് ഒരു ബൈറ്റ് എന്ന് പറയുന്നത്. 1024 ബൈറ്റ് ആണ് ഒരു KB വരുന്നത്. എത്രയാണ്? ഒരു KB എന്താണ്? കിലോബൈറ്റ് ആണ്. 1024 KB 1024 കിലോബൈറ്റ് എത്ര? ഒരു മെഗാബൈറ്റ് ആണ്. ഒരു MB ആണ്. ഒരു 1024 MB എത്രയാണ്? അഥവാ മെഗാബൈറ്റ് എത്രയാണ്? അത് ഒരു ജിഗാബൈറ്റ് ആണ്. ഒരു GB ആണ്. ഒരു GB 1024 GB എത്ര? 1024 ജിഗാബൈറ്റ് എത്രയാണ്? അതൊരു ടെറാബൈറ്റ് ആണ്. എന്താണ്? ഒരു TB ആണ്. ഒരു ടെറാബൈറ്റ് ആണ്. ഇങ്ങനെ എക്സ അതുപോലെ പെറ്റ, സെഡ, അതുപോലെ ഇങ്ങനെ പോകും. അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. നമ്മൾ ഇത്രയും TV വരെയാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. പിന്നെ മദർ ബോർഡ് പറഞ്ഞല്ലോ നേരത്തെ. ഹാർഡ്വെയർ ഡിവൈസുകൾ എന്ന് പറയുമ്പോൾ മദർ ബോർഡ് വരും, പ്രൊസസ്സർ വരും, കീബോർഡ്, മോണിറ്റർ, മൗസ്, പ്രിന്ററുകൾ, കുറെ തരത്തിലുള്ള പ്രിന്ററുകളുണ്ട്. മോണിറ്ററുകൾ ഡിവൈസുകൾ തന്നെ ഉണ്ട്. പണ്ടൊക്കെ CRT യൂസ് ചെയ്തറിയാം. ഇപ്പൊ LED LCD ഒക്കെ മോണിറ്ററുകളെ കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് ഡിവൈസുകളെ കുറിച്ച് നമുക്ക് പറയാനുണ്ട്. ഓരോ ഡിവൈസുകളും കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അതിന്റെ ഡ്രൈവർ CD ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നാലാണ് ആ സോഫ്റ്റ്വെയറിനെ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയാനുണ്ട്. അതുപോലെ സോഫ്റ്റ്വെയർ, വലിയൊരു സോഫ്റ്റ്വെയർ സെക്ഷനെ കുറിച്ച് പറയാനുണ്ട്. സൈബർ നിയമങ്ങളെ കുറിച്ചും സൈബർ ക്രൈമുകളെ കുറിച്ചും നമുക്ക് പറയാനുണ്ട്. അതുപോലെ IT ആക്ട് ഭേദഗതി ചെയ്തത്, അതിൽ വന്ന ആർട്ടിക്കിളുകൾ, ഭാഗം, പാർട്ട്, അതൊക്കെ പറയാനുണ്ട്. സൈബർ നിയമങ്ങൾ, സൈബർ ശിക്ഷാ നടപടികൾ, ഇതൊക്കെ നമുക്ക് ഇനി വരും ക്ലാസ്സുകളിൽ മനസ്സിലാക്കാം. ഇത്രയും ബേസിക് ആയിട്ടുള്ള ക്ലാസ് വളരെ പെട്ടെന്നാണ് പറഞ്ഞതെങ്കിലും മനസ്സിലായിരിക്കും. വളരെ ലളിതമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു.